ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദേവാസ് കിച്ചൻ. ഇന്ന് മോളുടെ സ്കൂൾ തുറക്കുവാണ്. ഗ്രേഡ് 1 അപ്പോൾ 2 മാസത്തെ വെക്കേഷന് ശേഷം ഇത് സ്കൂളിൽ പോവാണ്. അപ്പോൾ ഞാൻ കരുതി ഇന്നത്തെ ഒരു ഫസ്റ്റ് ഡേ എങ്ങനെയാണെന്നൊന്ന് കാണിക്കാമെന്ന്. അപ്പോൾ രാവിലെ ഞാനിപ്പോൾ ഒരു 5:40 മോളെ വിളിച്ചുണർത്തി. ഞാൻ 5 മണിക്ക് എഴുന്നേറ്റായിരുന്നു. ഇനി മുതൽ എൻ്റെ റുട്ടീനെല്ലാം ഒന്ന് ചേഞ്ച് ആവുകയാണ്. കാരണം സ്കൂൾ ബസ്സിലാണ് പോകുന്നത്, കുറച്ച് ദൂരെയാണ് സ്കൂള്. അപ്പോൾ മറ്റേത് ഞാൻ കൊണ്ടാക്കുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് ലേറ്റായിട്ട് എഴുന്നേറ്റാൽ മതിയായിരുന്നു. ഇനി പക്ഷെ അങ്ങനെയല്ല, എനിക്ക് ഒരു 5:30 മുന്നേ എന്തായാലും എഴുന്നേൽക്കണം. 7 എനിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടത്. അപ്പോൾ അതേ മോളെ ഒരു 5:40 ഇന്ന് വിളിച്ചുണർത്തി. നമുക്ക് ആദ്യമായിട്ട് എങ്ങനെയാണെന്നൊന്നും അറിയില്ല, എത്ര നേരം വേണ്ടി വരും എന്നൊക്കെ. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഒരു 5:30 മുതൽ വിളിക്കുവാണ്. ഞാൻ എഴുന്നേറ്റിട്ടുണ്ട്. എഴുന്നേറ്റ് ഫസ്റ്റ് ഡേ സ്കൂളായിട്ട് ഭയങ്കര ഹാപ്പിയാണ് ആൾ. എക്സസൈസൊക്കെ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് കുളിച്ച് റെഡി ആയിട്ട് വന്നു. പിന്നെ ആദ്യമായിട്ടാണ് സ്കൂളിൽ ബുക്സൊക്കെ കൊണ്ടുപോകുന്നത്. ഇനി മുതൽ ബുക്സ് ടൈം ടേബിളും ഒക്കെ ഉണ്ട്. ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ഇംഗ്ലീഷ് മാത്രം കൊടുത്തുവിടാനാണ് പറഞ്ഞത്. പിന്നെ ഒരു റഫ് നോട്ടും കളർ പെൻസിലും കൊടുത്തുവിടാൻ പറഞ്ഞു. വൈകിട്ട് വരെ ഉണ്ട് കേട്ടോ സ്കൂളിൽ നിന്ന്, ഉച്ചവരെയൊന്നും അല്ല. അപ്പോൾ ഇത് ആദ്യമായിട്ട് ബുക്സൊക്കെ സ്കൂളിൽ വെച്ച് കൊണ്ടുപോവാണ്. കഴിഞ്ഞ വർഷം വരെ സ്കൂളിൽ തന്നെയാണ് ബുക്ക് വയ്ക്കുന്നത്, നമുക്ക് തരില്ലായിരുന്നു, ഹോംവർക്കും ഒന്നും ഇല്ലായിരുന്നു. ഇനി അതെല്ലാം സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഇതൊക്കെ ഒരു പുതിയ അനുഭവമാണ്, എനിക്കും അവൾക്കും പുതിയ അനുഭവം തന്നെയാണ്. അതുകൊണ്ട് ഇപ്പോൾ ബാഗിനൊക്കെ ഇന്ന് വെയിറ്റൊക്കെ വെച്ച് തുടങ്ങി. മറ്റേത് പ്രത്യേകിച്ച് ബുക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു വെയിറ്റും ഇല്ലായിരുന്നു. അങ്ങനെ ബുക്സ് വെച്ചു. അത് കഴിഞ്ഞിട്ട് ഫുഡ് ആദ്യമായിട്ടാണ് ഇത്രയും നേരത്തെ ഫുഡ് കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ടെൻഷനുണ്ട് രാവിലെ ഫുഡ് കഴിക്കുമെന്നൊക്കെ. പക്ഷേ ഇന്ന് നല്ല കുട്ടിയായിട്ട് ഞാൻ കൊടുത്ത ഒരു ദോശ സ്വന്തമായിട്ട് തന്നെ കഴിച്ചു. പിന്നെ ഞാൻ കൂടെ കുറച്ച് നട്ട്സും ഡേറ്റ്സും ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്നും കഴിച്ചില്ലെങ്കിലും അതെങ്കിലും ഒന്ന് കഴിച്ചിട്ട് പോകണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കൊടുത്തത്. പക്ഷെ അതെല്ലാം ഇന്ന് ഫിനിഷ് ചെയ്തു. വീഡിയോ എടുക്കുന്നതുകൊണ്ടും ആയിരിക്കാം, പിന്നെ ഫസ്റ്റ് ഡേ ആയതിൻ്റെ ഒരു ഭയങ്കര സന്തോഷമുണ്ട്. അതുകൊണ്ട് എല്ലാം നന്നായിട്ടൊന്ന് ചെയ്യും. അപ്പോൾ ഉച്ചത്തേക്ക് ഞാനിതാ ചോറ്, ഇന്ന് അവൾ തന്നെയാണ് പറഞ്ഞത്, അമ്മ എനിക്ക് പരിപ്പും പപ്പടവും വേണമെന്ന് പറഞ്ഞു. ഭയങ്കര ഇഷ്ടമാണ് പരിപ്പും പപ്പടവും, തൈരും വേണം എന്നാണ് പറഞ്ഞത്. കുറച്ച് ദിവസം കൊണ്ട് ചുമയുണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് തൈര് കുറച്ച് ദിവസം ഇനി തരില്ല എന്ന് പറഞ്ഞിട്ട് പരിപ്പ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വെജിറ്റബിൾസൊക്കെ ഞാൻ കുറച്ച് കട്ട് ചെയ്ത് വെച്ചു. 2 വെച്ചാൽ മതി എന്ന് പറഞ്ഞു. 2 വെച്ചിട്ടുള്ളൂ. അപ്പോൾ പപ്പടം ഇങ്ങനെ പൊട്ടിച്ചിടാം, എല്ലാം ഇങ്ങോട്ട് തന്നെ പറഞ്ഞു തരും, അമ്മ ഇങ്ങനെ വെച്ചാൽ മതി, ഞാൻ കഴിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഫുഡൊക്കെ റെഡിയാക്കി. സ്നാക്സിന് ഞാനതൊരു പകുതി ആപ്പിൾ കട്ട് ചെയ്ത് വെച്ച് കൊടുത്തു. കാരണം എന്നും തിരിച്ചു കൊണ്ടുവരും. അപ്പം പകുതി വെച്ച് കൊടുത്താൽ കുഴപ്പമില്ലല്ലോ, ബാക്കി പകുതി വീട്ടിൽ വന്നിട്ട് കഴിച്ചാലും മതിയല്ലോ. അങ്ങനെ ഞാൻ പകുതിയേ കൊടുത്തിട്ടുള്ളൂ. അങ്ങനെ ഫുൾ റെഡി ആയി. ഇതാണ് മോളുടെ യൂണിഫോം. ലാസ്റ്റ് ഇയർ വരെയുള്ളതല്ല, ഇപ്പോൾ ചേഞ്ച് ഉണ്ട്. സെയിം സ്കൂൾ തന്നെയാണ് കേട്ടോ. പക്ഷെ നേരത്തെ കിൻഡർ ഗാർഡനിലായിരുന്നു, അത് ചെറിയ സ്കൂളായിരുന്നു. അപ്പോൾ ഇനി അവർക്ക് വലിയ സ്കൂളിലോട്ടാണ് ഈ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ പോകേണ്ടത്. അതുകൊണ്ടാണ് ഇത്രയും ദൂരെ ആയത്. നേരത്തെ എനിക്ക് കൊണ്ടുവിടാൻ പറ്റുന്ന ദൂരം ഉണ്ടായിരുന്നുള്ളൂ. ഇത് കുറച്ച് ദൂരം ആയിട്ട് ഞാനങ്ങ് ബസ്സിലാക്കി. ഇന്ന് എവിടെയാണ് പോണേ? പുതിയ സ്കൂളിലാണ്. പേരെന്താ സ്കൂളിൻ്റെ? ഇടവക്കോട്. അങ്ങനെ റെഡിയായി. രാവിലെ ഞാനൊന്ന് ബസ് സ്റ്റോപ്പ് വരെ കൊണ്ടാക്കണം. നമ്മൾ വീടിൻ്റെ അടുത്തല്ല ബസ് വരുന്നത്, ഒരു കോമൺ സ്റ്റോപ്പ് ഉണ്ട്, അവിടെയാണ് വരുന്നത്. അപ്പോൾ അവിടം വരെ ഞാൻ രാവിലെ കൊണ്ടാക്കണം. സമയം 7:10 ഒരു വണ്ടി വരും എന്ന് പറഞ്ഞിരുന്നത്. 7 മണിക്ക് മുന്നേ വീട്ടിൽ നിന്ന് ഇറങ്ങി. കാരണം അവൾ ബഹളമായിരുന്നു, പോവാമെന്ന് പറഞ്ഞിട്ട്. 10 മിനിറ്റ് വേണ്ട, ഒരു 5 മിനിറ്റൊക്കെ മതി അവിടം വരെ പോകാൻ വേണ്ടിയിട്ട്. കുഴപ്പമില്ല, സ്കൂളിൽ പോയിട്ട് നടക്കാനുള്ളത്. ഇറങ്ങി അവിടെ ചെന്നത് കുറേ നേരം വെയിറ്റ് ചെയ്തു. 7:20 ബസ് വന്നത്. എന്നിട്ട് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഡേ അല്ലേ, നമുക്ക് ആ റൂട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടിയിട്ട് ബസ്സിൻ്റെ പുറകെ പോയി.
സ്കൂൾ വരെ ബസ്സിൻ്റെ പുറകെ പോയി. അതുകൊണ്ടാണ് ഇത് അവിടെ ചെന്നിട്ട് എന്താ സംഭവം എന്ന് മനസ്സിലാക്കാൻ പറ്റിയത്. ഇവർക്ക് ഓരോ ഡിവിഷൻ ഓരോ പേരുണ്ട്, ഓരോ ഫ്ലവേഴ്സിൻ്റെ പേരാണ്. അപ്പോൾ അത് ഓരോന്ന് ഡിവൈഡ് ചെയ്ത് അവരിങ്ങനെ ഇരുത്തി പിന്നെ പ്രയറും പ്ലഡ്ജും ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ക്ലാസ്സിൽ കൊണ്ടുപോയത്. Attention, standardies. Attention. All Indians are my brothers and sisters. I love my country and I am proud of its rich and varied heritage. I shall always. എന്നെ ഒന്ന് നോക്കുന്ന പോലും ഇല്ലായിരുന്നു കേട്ടോ. ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ അങ്ങ് കയറി പോവാ. ഭയങ്കര ഇഷ്ടമായി. ഇത്രയും നാളൊരു ചെറിയ സ്കൂളിലായിരുന്നു, അപ്പം കിൻഡർ ഗാർഡൻ മാത്രമുള്ളൊരു സ്ഥലത്തായിരുന്നു. ഇപ്പോൾ വലിയ സ്കൂളൊക്കെ ആയപ്പോഴത്തേക്കും ഭയങ്കര ഹാപ്പി ആയിട്ട് ഇതേ പോവാണ്. വൈകുന്നേരം 3:20 പറഞ്ഞിരുന്നത്, പക്ഷേ വന്നപ്പോൾ 3:40 ബസ് വന്നപ്പോൾ. ഫുൾ ഉറങ്ങി കേട്ടോ. അങ്ങോട്ടും ഉറങ്ങി, തിരിച്ചും ബസ്സിൽ സുഖമായിട്ട് ഉറങ്ങിയിട്ടാണ് വന്നത്. എങ്ങനെയുണ്ടായിരുന്നു സ്കൂള്? ഉറക്കം വരുന്നു ഇങ്ങോട്ടൊക്കെ. അപ്പോൾ ഇത് ഇങ്ങനെയായിരുന്നു ആമിയുടെ ഫസ്റ്റ് ഡേ, ഗ്രേഡ് 1 ഫസ്റ്റ് ഡേ സ്കൂളിൽ പോയത് ഇങ്ങനെയായിരുന്നു. ആൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. പുതിയ ഫ്രണ്ട്സിനെ ഒന്നും കിട്ടിയിട്ടില്ല, പഴയ ഫ്രണ്ട്സ് തന്നെ കൂടെ ഉണ്ട്. അപ്പോൾ പുതിയ ആരെയും പരിചയപ്പെട്ടിട്ടൊന്നുമില്ല. പിന്നെ ഇന്ന് പ്രത്യേകിച്ച് ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞു, കളർ ചെയ്യായിരുന്നു ഫുൾ ടൈം. അപ്പോൾ നമുക്കിനി അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.